കമ്മ്യൂണിസ്റ്റുകാർ വന്ന് BJP-ക്കാർ വന്നു. അപ്പോൾ നാളെ വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് ഇരിക്കുകയാണ്. വോട്ട് ചെയ്യാൻ തയ്യാറായി ഇരിക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വിശ്വാസമുള്ള പാർട്ടിക്കുള്ള വോട്ട് ചെയ്യും. ഇന്ന് ഇലക്ഷന്റെ പരസ്യ പ്രചരണം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണമാണ്. എല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കും. ഇനി ബൂത്തുകളിലാണ് പ്രവർത്തനം നടക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് നമ്മുടെ ഏതൊക്കെ പാർട്ടിക്കാർ വോട്ട് ചോദിച്ച് വീടുകളിൽ വന്നെത്തി? നമ്മള് LDF-ഉം UDF-ഉം വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്തൊക്കെ വോട്ട് ചോദിച്ച്. നമുക്ക് താമരയ്ക്ക് നമ്മൾ കൊടുക്കത്തുള്ളൂ. താമരയ്ക്ക് വോട്ട് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ താമര പ്രവർത്തകരാരും നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമത്തിലാണ്. നമ്മുടെ പാർട്ടിയൊക്കെ എന്ത് പറ്റിയെന്നുള്ളൊരു ഇതിലാണ് നമ്മളിരിക്കുന്നത്. ചോദിച്ചോ. അപ്പം നമുക്ക് മോദിജിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്. മോദിജി ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങൾ, ധനസഹായമായാലും കൃഷി വകുപ്പായാലും പിന്നെ ആരോഗ്യ വകുപ്പായാലും അതിനെല്ലാം മോദിജിയെ കൊണ്ട് ആശ്രയിച്ച് കുറേ കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഇറങ്ങി കുറേ പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുക. അവർ നമ്മളെ പാർട്ടിയായിട്ട് അംഗീകരിക്കുകയും നമുക്ക് വോട്ട് തരികയും എല്ലാം അവർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നമ്മുടെ പാർട്ടിക്കാരെ കാണാത്തോണ്ടുള്ളൊരു വിഷമത്തിൽ നമ്മളിപ്പോഴും വിഷമിച്ചിരിക്കുന്നു. 34-ാം ബൂത്തിലെ ഒരു പ്രസിഡന്റ് അണ്ണനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ആ അണ്ണനെയും അണ്ണൻ്റെ ഭാരവാഹികളെ ആരെയും നമ്മൾ കാണാറുമില്ല. അതെന്ത് പറ്റിയെന്നറിയത്തില്ല. ഈ ഇലക്ഷൻ സംബന്ധിച്ചൊക്കെ ഈ സമയത്ത് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു കലാശം വന്നത് അതും നമുക്കൊരു മാനസികമായൊരു സമ്പർക്കം ഉണ്ടാക്കുന്ന ഒരു ഗതിയാണ്. അപ്പോൾ ഈ 134-ാം ബൂത്തിലെ പ്രവർത്തകരെ ഇങ്ങനെ മാറ്റിയത് കൊണ്ട് അതും നമുക്കറിയാൻ പറ്റുന്നില്ല. ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഇതെല്ലാം സംബന്ധിച്ച് വന്നതിനെ കുറിച്ച് നമുക്കും വലിയ ഒരു വിഷമമാണ് അതിന് പറ്റിയേക്കുന്നത്. ഒരു പരാജയമാണ്. അപ്പോൾ അത് എല്ലാവരും നമ്മളെ BJP പാർട്ടിയിലെ എല്ലാവരും ഒരുമിച്ച് നിന്നാലല്ലേ നമുക്ക് എന്തിനും ഒരു മുൻഗണനയുള്ളൂ. ഇത് ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഒരാൾ 10 പേരെ വിളിച്ചു കൂട്ടി അതിനെന്തോ വേണ്ടുന്ന വഴികൾ ചെയ്യണം എന്നാരും ഒരു ഇതെടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് തന്നെ ഞാൻ തൃക്കോൽവട്ടത്ത് താമസിക്കുകയാണ്. എനിക്കൊരു എൻ്റെ കുടുംബത്തൊരു വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ എൻ്റെ ഈ BJP പാർട്ടിയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരാരും എന്നെ അംഗീകരിക്കുന്നില്ല. അതെന്താ കാര്യമെന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. ചെറിയൊരു എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പാർട്ടിക്ക്. നിശബ്ദ പ്രചരണത്തിന്റെ ഒരു ദിവസം കൂടിയാണ്. വോട്ട് ഇത്രയും ദിവസമായിട്ട് ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് അഭ്യർത്ഥിച്ച് അമ്മയെ കാണാൻ എത്തിയായിരുന്നോ? ആരും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അപ്പം ആരും വന്നില്ലെന്ന് വിചാരിച്ചു വോട്ട് ചെയ്യാതെ പ്രതിഷേധിക്കുമോ അതോ വോട്ട് ചെയ്യുമോ? വോട്ട് എന്തായാലും ചെയ്യും. നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ള മുൻകാലങ്ങളിൽ ചെയ്ത പോലെ ചെയ്യുമോ അതോ എന്തെങ്കിലും വ്യത്യസ്തപ്പെടുത്തി എന്തെങ്കിലും രാജ്യത്തിന് മാറ്റം വരുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വോട്ടായിരിക്കും ഈ പ്രാവശ്യം രേഖപ്പെടുത്തുന്നത്? അത് നമ്മുടെ ഇഷ്ടം ഏതാന്ന് വെച്ചാൽ ആ ആളിന് വോട്ട് ചെയ്യും. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് വോട്ട് ഇവിടെ വന്ന് അഭ്യർത്ഥിച്ചില്ലെങ്കിലും നമ്മള് ആ വോട്ട് എന്നുള്ള അത് ചെയ്യും. അഭ്യർത്ഥിച്ചില്ല എങ്കിലും നമ്മുടെ അവകാശം നമ്മൾ ചെയ്തിരിക്കും. തീർച്ചയായിട്ടും. ഇലക്ഷൻ പ്രമാണിച്ച് നമ്മളെ വോട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പാർട്ടി നമ്മളെ മനസ്സിലുള്ള പാർട്ടിക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളെന്തായാലും പുറത്ത് പറയുന്നില്ല. വോട്ട് എന്തായാലും നമ്മൾ ചെയ്തിരിക്കും. മുൻകാലങ്ങളിൽ ചെയ്ത പാർട്ടിക്ക് തന്നെ ചെയ്യുമോ അതോ വ്യത്യസ്തപ്പെട്ട് ഇപ്പം വല്ല ദേശീയ പാർട്ടിക്കോ അങ്ങനെ വല്ല മാറ്റങ്ങൾ വല്ലതും വരുത്തുമോ അതോ സ്ഥിരമായിട്ട് ചെയ്യുന്ന പാർട്ടിക്ക് തന്നെയാണോ ഇപ്പോഴും ചെയ്യുന്നത്? അത് ഞാൻ പുറത്ത് പറയുന്നില്ല. കാരണം എനിക്ക് എൻ്റെ വ്യക്തിപരമായി എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിരിക്കും. അത് ഞാൻ പുറത്ത് പറയത്തില്ല. വോട്ട് എന്തായാലും ഞാൻ ചെയ്യും. അത് ഏത് പാർട്ടിയാണെന്ന് നമുക്കങ്ങനെ നമ്മൾ പറയില്ല. അത് വ്യക്തി ഇതൾ നോക്കുന്നോ അതോ പാർട്ടി തന്നെയാണോ നോക്കി ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് നമുക്കങ്ങനെ ഒരു പാർട്ടി കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ അഭിപ്രായപ്പെടുന്നില്ല. നല്ല രീതിയിൽ ആര് ഭരണം കാഴ്ചവെക്കുന്നു അവർക്ക് നമ്മൾ ചെയ്തിരിക്കും. അത്രയേ ഉള്ളൂ.